ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് പാളയംപറമ്പ് വീട്ടിലാട്ടോ. അപ്പോൾ കോഴിക്കോടൊക്കെ പോയി വന്നു ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്കിനി ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുൻപായിട്ട് അഞ്ജുവിനുള്ള ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. കേരളത്തിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകണം. അഞ്ജുവിനുള്ളതും ചേട്ടനുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ കടയിലേക്ക് പോകണം, ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. പോകുന്ന വഴിക്ക് വെച്ച് ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റിയിട്ട് ഞങ്ങളോടത്ത് ആദ്യം കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കണം. പിന്നെ ആദ്യം അങ്കിളുമാരെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഡ്രസ്സ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ബേക്കറിയിലേക്ക് കയറണം. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞൊക്കെ ഇറങ്ങി. പക്ഷേ പിന്നെ പ്ലാൻ മാറ്റി. ഞങ്ങൾ അങ്കിളുമാരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് അങ്ങനത്തെ ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. അപ്പോൾ കാരണം അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ടൂറിനൊക്കെ പോകുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ അതെല്ലാം കൊണ്ട് ആദ്യം അങ്കിളുമാരെ പോയി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയ്ക്കായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിതേ അങ്കിളുമാരുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് അങ്കിളുമാരും രണ്ട് ആൻറ്റിമാരുണ്ട്. പക്ഷേ ഒരാൻറ്റി പുറത്ത് പോയിരിക്കുക. അപ്പോൾ ആൻറ്റി ഒരാളുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ എൻ്റെ രണ്ട് അങ്കിളുമാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് സമയത്ത് വർത്താനമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കാരണം ഞങ്ങൾക്ക് വീണ്ടും വേറെ ഒരു അങ്കിളുടെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ ഓട്ടോ നമ്മളവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം നമ്മൾ സംസാരിക്കാനൊന്നായിട്ട് സ്പെൻഡ് ചെയ്തില്ല. വേഗത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് അടുത്ത അങ്കിളുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അടുത്ത അങ്കിളുടെ വീട്ടിലെത്തി. അപ്പോൾ അങ്കിള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൻറ്റി ജോലിക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ മുൻപേ ഫോൺ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ആൻറ്റീനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളിനോട് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം ഞങ്ങൾ. ഞങ്ങളപ്പോൾ അങ്ങനെ ഇനി അടുത്തത് ഷോപ്പിംഗാണ്. ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അഞ്ജുവിന് ചേട്ടനും വേണ്ടി മാത്രം കേട്ടോ നോക്കാൻ വേണ്ടി വന്നേക്കണേ. എനിക്ക് സാരി പിന്നെ വാങ്ങിച്ച് തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ കയറി ഒന്ന് നോക്കാം. Bring your life back. We can breathe again. അങ്ങനെ അഞ്ജുവിനുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അഞ്ജുവിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി ഡെയിലി വെയർ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി. പക്ഷെ എനിക്കങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് വാങ്ങണ്ട, വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനുള്ള ഷർട്ട് സെലക്ഷൻ നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം കടയിൽ തന്നെ, അപ്പോൾ വേറെ വേറെ ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങനെ ചേട്ടനുള്ള ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷർട്ട് നോക്കി അങ്ങനെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഷർട്ടുകൾ കണ്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഇറങ്ങണം. അപ്പം അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു കടയിൽ കയറി ഞാൻ ഡെയിലി വെയർ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി വെയർ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു ഒന്ന് രണ്ട് ഡെയിലി വെയർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാനിതെല്ലാം അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. But it'll do you right and set you free the way a lie never will, like climbing up the steepest hill. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അന്നമനടയിൽ കേട്ടോ. അപ്പോൾ അന്നമനടയിലത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അവിടെ എത്തിയിട്ടോ. പിന്നെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിരുന്നു പുറത്ത്. അപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റെസ്റ്റ് ചെയ്തു. ഇത് ഞാനിപ്പോൾ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ട് വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ ചേട്ടന് ഷർട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ചേട്ടന് വാങ്ങിച്ച ഷർട്ടുകൾ ഞാൻ കാണിച്ചതാണ്. ചേട്ടൻ യു പിയിൽ നിന്നൊന്നും അധികം ഷർട്ട് വാങ്ങിയില്ലായിരുന്നു.
കുറച്ച് ടീഷർട്ടുകളാണ് എടുത്തത്. അപ്പോൾ ആ ഷർട്ട് ഇതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ രണ്ടാമത്തെ ഷർട്ട് ഇതാണ് ചേട്ടൻ്റെ രണ്ടാമത്തെ ഷർട്ട്. നല്ല കോട്ടൺ ഷർട്ടുകളാണ്, നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇത് ചേട്ടനുള്ള മൂന്നാമത്തെ ഷർട്ട്. അങ്ങനെ ചേട്ടന് 3 ഷർട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഇതാണ് നമ്മൾ ചേട്ടന് വേണ്ടി എന്ത് ചെയ്ത ഷോപ്പിംഗ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഷർട്ടുകൾ? കളറൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പാക്കറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ അഞ്ജുന് വാങ്ങിച്ചതും കൂടെ കാണിച്ചു. സത്യത്തിൽ ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ താഴെ അമ്മേനെയും ആങ്ങളേനെയും മിടുവിനെയും ഒക്കെ കാണിച്ചായിരുന്നു, ടോഗ്ലേനെയും നാത്തൂനെയും ഒക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് കവറിലേക്ക് പറക്കിയിട്ടതാണ്. ഇതാണ് അഞ്ജുവിന് വാങ്ങിച്ചിരിക്കുന്ന ശരാര. അപ്പോൾ ഇതതിൻ്റെ ടോപ്പ്. പിന്നെ അതിൻ്റെ പാൻറ്റ് ഇങ്ങനത്തെയാണ്, പലാസോ പാൻറ്റ് ഇങ്ങനെ ബ്രോഡായിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക് തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് പാൻറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോളുണ്ട്. ഷോളിന് ഫുൾ വർക്കുണ്ട്. സൈഡിൽ കൂടെ ബോർഡർ ഉണ്ട്. കണ്ട് ലൈറ്റിൻ്റെ ഈ ലൈറ്റിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. ഇതെങ്ങനെ ഈ അഞ്ജു ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് അഞ്ജുവിൻ്റെ സെറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് വീട്ടിലിടാനായിട്ട് 2 ടീഷർട്ടും 2 പാൻറ്റും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഒരു ടീഷർട്ട്. ഇത് ജസ്റ്റ് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാണ്, സിമ്പിളായിട്ടുള്ളത്, കോട്ടണിന് വേണ്ടി. ഇതൊരെണ്ണം. ഇതാ രണ്ടാമത്തെ 2 ടീഷർട്ട്. നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ചൂടൊന്നുമില്ല കേട്ടോ. മഴ പെയ്യാത്ത ദിവസം ഭയങ്കര ചൂടും. പിന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാൻറ്റും. ഇതാണ് ഒരു പാൻറ്റ്. ഇവിടെ അടുത്ത പാൻറ്റ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് ചെയ്തത്. വേറെ ഒന്നും വാങ്ങിച്ചില്ല. ഇപ്പോൾ നമ്മുടെ ഈ കവറും കാര്യവും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.